നിങ്ങൾക്ക് അഭിമാനമുണ്ടോ സ്ത്രീ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചിട്ടല്ലേ സംസാരിക്കുക? ശോഭ ആലപ്പുഴയിലെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോന്ന് ഇപ്പൊ കേക്ക് പറഞ്ഞോളാണെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കണ്ടേ? എന്താ ആലപ്പുഴയിലെ കാര്യത്തിൽ ശോഭ സുരേന്ദ്രൻ ഇടപെട്ടെന്ന്? എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടുണ്ടോ? സോമന്റെ കൂടെ പോയി അവനും കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് നീ ആവശ്യമില്ലാതെ എനിക്ക് ഫേസ്ബുക്കിൽ എഴുതി വിട്. അപ്പൊ ശോഭ അവിടെ ഉണ്ടായിരുന്നോ? ശോഭ അവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങള് കെട്ടിപ്പിടിച്ച് കിടന്നപ്പം ഞങ്ങള് പണിക്കുട്ടി ഞാൻ തീർത്തരാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പാലക്കാട്ടെ ബിജെപിയുടെ സാരഥി ശോഭാ സുരേന്ദ്ര വായിൽ നിന്നും കേട്ടാൽ അറയ്ക്കുന്ന തെറികൾ ഇന്നും പുറത്തു വന്നു. ഇതുകൊണ്ട് തന്നെയാണ് ബിജെപി എന്ന് പറയുന്ന ഒരു വർഗീയ പാർട്ടിയെ ജനങ്ങൾ തീർച്ചയായിട്ടും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്നതിനുള്ള ഏറ്റവും ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ. ഇന്ന് ആലപ്പുഴ മേഖലാ വൈസ് പ്രസിഡന്റ് ബിന്ദു വിനയകുമാർ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ സ്വന്തം പാർട്ടി പ്രവർത്തകരെ തന്നെ ഇത്തരത്തിലാണ് നേരിടുന്നത് എങ്കിൽ എന്തായിരിക്കും ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ കഴിഞ്ഞ ദിവസമാണ് വോട്ടിന് പണം കൊടുത്ത് പെട്ടുപോയതാണ് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ. ഏകദേശം അത് ശോഭാ സുരേന്ദ്രൻ കുറ്റക്കാരനാണ് എന്ന് ജനങ്ങൾ മൊത്തം വിശ്വസിച്ചിരിക്കുന്ന ഈ സമയത്ത് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തടിയൂരുക എന്നുള്ള ഒരു കുതന്ത്രം പയറ്റി നോക്കിയതാണ് ശോഭാ സുരേന്ദ്രൻ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിന് തിരഞ്ഞെടുത്തത് സ്വന്തം പാർട്ടിക്കാരിയെ തന്നെയാണ്. ഇവർ തമ്മിൽ ഇന്നോ ഇന്നലെയുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. ആലപ്പുഴയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ ഫണ്ടുകൾ തിരിമറി നടത്തുന്നതുമായി ബന്ധപ്പെട്ടും അവിടുത്തെ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നെല്ലാം കാണിച്ചുകൊണ്ട് ഇതിന് മുന്നേ തന്നെ ബിന്ദു സംസ്ഥാന കമ്മിറ്റിക്ക് എല്ലാം പരാതികൾ കൊടുത്തതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രകോപനത്തിന് പ്രധാനമായ ഒരു കാരണമായിട്ട് ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് സത്യം. എന്താണ് ശോഭാ സുരേന്ദ്രൻ ബിന്ദു വിനയകുമാറിനോട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത്? നമുക്ക് ആദ്യമായിട്ട് ആ തെറി ഒന്ന് കേൾക്കാം. ഞാൻ വെളിയിലോട്ട് ആത്മാർത്ഥമായിട്ട് പറയാമെങ്കിൽ ഞാനൊന്നും പറഞ്ഞു. ശോഭ അവിടെ വന്നപ്പം ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത്. അടിച്ചു എന്ന് ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ പറയാൻ എനിക്കും പറ്റും, പക്ഷേ പറഞ്ഞോട്ടെ. അതിനെ എതിർക്കാനായിട്ട് എതിർക്കേണ്ട സമയത്ത് എതിർക്കേണ്ട പോലെ ഞാൻ ശോഭ മര്യാദയ്ക്ക് പറയണാണെങ്കിൽ എന്റെ കാര്യം കേൾക്കണം എന്ന് അവിടെ വന്നപ്പോഴും ഞാൻ പറഞ്ഞു. ആ ഓഫീസിനകത്തിരിക്കുന്ന സെക്രട്ടറി എന്ന് പറയുന്ന കൊച്ചിനെ ആ ശ്രീകുട്ടൻ ആ കൊച്ചിനെ ഉപദ്രവിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. ആ ഓഫീസിലെ ശ്രീകുട്ടൻ, അത് നിങ്ങൾക്കറിയാം. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പൂന്തറ ആ കൊച്ചിനോട് പറഞ്ഞ എന്നാന്നോ, നീയും ഈ പാർട്ടിയിൽ കാണത്തില്ലെന്ന്. ആലപ്പുഴ ജില്ലയിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഈ കവലയ്ക്കൽ വന്ന് രാത്രിയിൽ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അഭിമാനമുണ്ടോ സ്ത്രീ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചിട്ടല്ലേ സംസാരിക്കുക? ശോഭ ആലപ്പുഴയിലെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോന്ന് ഇപ്പൊ കേക്ക് പറഞ്ഞോളാണെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കണ്ടേ? എന്താ ആലപ്പുഴയിലെ കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ ഇടപെട്ടെന്ന്? എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടുണ്ടോ? സോമന്റെ കൂടെ പോയി അവനും കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് നീ ആവശ്യമില്ലാതെ എനിക്ക് ഫേസ്ബുക്കിൽ എഴുതി വിട്. അപ്പൊ ശോഭ അവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങള് കെട്ടിപ്പിടിച്ച് കിടന്നപ്പം ഞങ്ങള് പണിക്കുട്ടി ഞാൻ തീർത്തരാം. ഇതാ ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദയ്ക്ക് ചോദിക്കുമല്ലോ ഇപ്പൊ. എനിക്ക് തോന്നുന്നത് ഈ ശോഭാ സുരേന്ദ്രന് ആരോ ഈ കരണക്കുറ്റി അങ്ങോട്ട് അധികാരം വെച്ച് കൊടുക്കുന്നത് പോലുള്ള സംസാരമാണ്. എവിടെ കണ്ടാലും ആരെ കണ്ടാലും കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ഓശാന പാടാൻ കുറച്ച് ആൾക്കാർ അവരുടെ പിന്നാലെ ഇങ്ങനെ നടന്നു വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏതായാലും വളരെ മോശപ്പെട്ട പ്രസ്താവന. ഒരു ജനപ്രതിനിധി എന്നൊന്നും പറയണ്ട, ജനങ്ങളെ സേവിക്കാൻ വേണ്ടി പോകുന്ന ഒരാളുടെ വായിൽ നിന്നും ഇത്രയും വൃത്തികെട്ട വർത്തമാനങ്ങൾ, പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ വായിൽ നിന്ന് നമുക്ക് കേരളത്തിൽ ഇത്തരത്തിൽ കേൾക്കാൻ വേണ്ടി സാധിക്കുന്ന രണ്ടാളേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ശശികല ടീച്ചറാണ്, രണ്ടാമത്തത് നമ്മുടെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു സ്ത്രീയെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് മാന്യത എന്ന് പറയുന്ന എന്തെങ്കിലും ഒന്ന് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതെങ്കിലും ആ സ്ത്രീ പാലിക്കണമായിരുന്നു. അതുപോലും പാലിക്കുന്നില്ല. പിന്നെ വേറെ ഒരു രീതിയിലേക്ക് പോലും, ഒരു സെക്ഷലായ രീതിയിൽ അവർക്ക് വേറെ ഒരു അഫെയർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. സോമൻ എന്ന ആളുടെ കൂടെ
ലോഡ്ജിൽ റൂമെടുത്ത് താമസിക്കുന്ന നീയാണോ എന്നെ ഇത് പഠിപ്പിക്കുന്നത് എന്ന രീതിയിലൊക്കെയാണ് ശോഭാ സുരേന്ദ്രൻ തീർച്ചയായിട്ടും സംസാരിക്കുന്നത്. നിങ്ങൾ ആ ഓഡിയോ സന്ദേശം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അത് തെളിയിക്കപ്പെടുകയാണ് എങ്കിൽ 1 കൊല്ലത്തിൽ കുറയാത്ത ജയിൽ ശിക്ഷയും അതുപോലെ തന്നെ 6 വർഷത്തേക്ക് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള വിലക്കുമടക്കം ശോഭാ സുരേന്ദ്രന് വരാൻ പോകുന്നു എന്നുള്ളത് 100% സത്യമായ ഒരു കാര്യമാണ്. വിത്ത് എവിഡൻസ് തീർച്ചയായിട്ടും വീഡിയോ ക്ലിപ്പ് എന്ന് കേരളക്കര എന്നല്ല ഇന്ത്യയിൽ തന്നെ ഇത് കാണാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. അത്തരത്തിൽ പച്ചവെള്ളം പോലെ തെളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ് അത്. രണ്ടുപേരും ഒന്നിച്ച് വണ്ടിയിൽ യാത്ര ചെയ്ത് പോകുന്നിടത്ത് അവർ ഇറങ്ങിയിട്ട് പൈസ കൊടുത്തിട്ട് ശോഭാ സുരേന്ദ്രൻ അതെൻ്റെ നെഗലാണ് എന്ന് വരെ പറഞ്ഞ് അതിൽ നിന്ന് തടിതപ്പാൻ നോക്കി. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ അതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ശോഭാ സുരേന്ദ്രൻ തീർച്ചയായിട്ടും അത് പാർട്ടിയിൽ തന്നെ സ്വന്തം പാർട്ടിയിൽ തന്നെ പ്രവർത്തിക്കുന്ന, അതും ആലപ്പുഴയിലെ മേഖലാ വൈസ് പ്രസിഡന്റായ ജില്ലാ കമ്മിറ്റി മെമ്പർ കൂടിയാണ് നമ്മുടെ പറയുന്ന ഈ ബിന്ദു വിനയകുമാർ എന്ന് പറയുന്ന ആൾ. സ്വന്തം BJPയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവർക്കെതിരെയാണ് നട്ടാൽ നനയ്ക്കാത്ത ഒരു നുണയും അതുപോലെ തന്നെ അറയ്ക്കുന്ന തെറികളും ഒരു ജനപ്രതിനിധിയാവാൻ വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണെന്ന് നിങ്ങൾ ആലോചിക്കണം അവരുടെ വായിൽ നിന്ന് ഇന്ന് പുറത്തു വന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ ഏതായാലും കേരളക്കര കാണും. തീർച്ചയായിട്ടും ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ നിന്നാലും കെട്ടിവെച്ച പൈസ പോലും കിട്ടാത്ത രീതിയിൽ കേരളത്തിൽ നിന്ന് ജനങ്ങൾ പൊട്ടിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരവസാന ചാൻസാണ് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കൊടുത്തത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനിയൊരു തെരഞ്ഞെടുപ്പിലും ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ ബിന്ദു വിനയകുമാറിന് എന്താണ് പറഞ്ഞത്, എന്താണ് അവരുടെ പ്രശ്നം, തീർച്ചയായിട്ടും അവർ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ആലപ്പുഴ SP ഓഫീസിൽ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രനെതിരെ ഭീഷണിപ്പെടുത്തിയെന്നും അപമാനപ്പെടുത്തിയെന്നും പറഞ്ഞ് പരാതി കൊടുക്കുകയുണ്ടായി. ഇന്നലെ 11:40 ശോഭാ സുരേന്ദ്രൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഫോണിൽ നിന്ന് എന്നെ വാട്സപ്പ് കോൾ വഴി എന്നെ വിളിച്ച് ആവശ്യമില്ലാത്ത തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും എന്നെയും എൻ്റെ ഭർത്താവിനെയും അപായപ്പെടുത്തുമെന്നും നിന്റെ പണിക്കുറ്റം തീർത്തു തരുമെന്നും അടിച്ച് ചെപ്പക്കുറ്റി പൊട്ടിക്കുമെന്നും നീയല്ലേ ആലപ്പുഴയിൽ നിന്ന് പാലക്കാട് പൈസ കൊടുത്തതിൻ്റെ കാര്യങ്ങൾ ചെയ്തത് ഞാനാണെന്നും ആലപ്പുഴ രജിസ്ട്രേഷൻ കാറാണ് അവിടെ ചെന്നതെന്നും നിന്നെ കോടതിയിൽ കയറ്റുമെന്നും നിനക്കെതിരെ ഞാൻ എന്തൊക്കെയോ പരാതിപ്പെടുമെന്നും ഒക്കെ തുടങ്ങി അസഭ്യം ആയ രീതിയിൽ ഒരു 60 വയസ്സ് കഴിഞ്ഞ ഒരു വനിതയും 30 വർഷമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പല പൊസിഷനിൽ പല ചുമതലകൾ വഹിക്കുകയും ഞാൻ ഗവൺമെന്റ് സർവീസിലിരിക്കുന്ന സമയത്ത് കേരള NGO സംഘിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുകയും രാഷ്ട്രീയ കർമ്മചാരി മഹാസംഘിന്റെ കേരളത്തിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമായി അംഗമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് ഈ പ്രസ്ഥാനങ്ങളുമായി 30 വർഷത്തിലധികം പരിചയമുള്ള 30 വർഷത്തിലധികം കഠിനമായി ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന എന്നെ യാതൊരു തെളിവുകളുമില്ലാതെ ഈ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ പൈസ കൊടുത്ത ഈ ഒരു സംഭവം ഇത്രയധികം ചാനലുകളിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ ഇതിന്റെ കുറ്റം ആരുടെയെങ്കിലും തലയിൽ വെച്ച് രക്ഷപ്പെടുത്തുവാനുള്ള ഒരു ഗൂഢാലോചനയാണ് ശോഭാ സുരേന്ദ്രൻ ചെയ്യുന്നതെന്ന് ബിന്ദു പറയുന്നത് അവരുടെ ജീവന് വരെ ഭീഷണിയുണ്ട്, കൊന്നു കളയുമെന്ന് ഫോണിൽ നിന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അതിനുശേഷം വാട്സപ്പ് കോളാണ് ചെയ്തത്. മറ്റൊരു ഫോൺ ഉപയോഗിച്ച് അത് റെക്കോർഡ് ചെയ്ത ശേഷമാണ് അവർ തീർച്ചയായിട്ടും ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തേക്ക് വിടുന്നത്. കാരണം അത്രയ്ക്ക് രീതിയിലുള്ള കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള തെറികളും ഭീഷണികളും എല്ലാം തന്നെ അവരുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് ഇപ്പോൾ ബിന്ദു വിനയകുമാർ ഒരു പരാതി സ്വന്തം കൈപ്പടയിൽ എഴുതിക്കൊണ്ട് പോയി കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് കേസുമായി മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഈ ശബ്ദരേഖ ഒരു തെളിവായിട്ട് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഇതൊരു ഉഡായിപ്പ് പരിപാടിയാണ്. കാരണം പൊതുജനങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടി നമ്മുടെ ശോഭാ മേഡം ഇറക്കിയ ഒരു നാടകമായിരുന്നു ഇത്. പക്ഷേ അതും ശോഭയെ തിരിച്ചടിക്കുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ഒന്നല്ല, കേസിൻ്റെ മുകളിൽ കേസായി, 2 കേസായി, മാനം പോയി. അതുപോലെ തന്നെ സ്വന്തം പാർട്ടിക്കാർ തന്നെ ഏതാനും ചിലർ ഇപ്പോൾ എതിരായി എന്നുള്ളതും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശോഭാ സുരേന്ദ്രൻ്റെ ഒരു രാഷ്ട്രീയ ശൈലി എന്ന് പറയുന്നത് ഇത്തരത്തിൽപ്പെട്ടതാണ്. എതിർക്കുന്നവരെ വെട്ടിമാറ്റി മുന്നോട്ട് പോവുക, അതിന് തെറി പറയുക, പണം കൊടുക്കുക, അങ്ങനത്തെ ഇത്യാദി പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി എന്ത് ചെറ്റത്തരവും കാണിക്കുന്ന ഒരു നേതാവാണ് എന്ന് പൊതുജനങ്ങൾക്ക് ഇപ്പോൾ
എങ്കിലും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തോടു കൂടി ഞാൻ പറഞ്ഞതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ക്വാളിറ്റി ഈ വുമണിന് അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് ഇല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും കേരളം വിധി എഴുതി കഴിഞ്ഞു. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ നമുക്കതിനെ കാത്തിരിക്കേണ്ടതായിട്ട് ഉള്ളൂ. തീർച്ചയായിട്ടും ആ സമയത്തോടു കൂടി ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഈ മാലിന്യത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വലിച്ചെറിയാൻ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം മുന്നോട്ട് വരണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നന്ദി, നമസ്കാരം.